ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിട്ട നടപടി ചോദ്യം ചെയ്തുള്ള കേരളത്തിന്റെയും ബംഗാളിന്റെയും ഹർജികളിൽ സുപ്രീം കോടതി നോട്ടീസ്. കേരളത്തിന്റെ ഹർജിയിൽ രാഷ്ട്രപതിയുടെയും ഗവർണറുടെയും സെക്രട്ടറിമാർക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. 3 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാനാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ലീഗൽ ഡെസ്കിൽ നിന്നും ഷബ്ന സിയാദാണ് ചേരുന്നത്. ഷബ്ന, ഇക്കാര്യത്തിൽ സുപ്രീം കോടതി ഇപ്പോൾ എന്തെല്ലാമാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്? നിയമസഭ പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ച ഗവർണറുടെ നടപടിക്കെതിരെ ബംഗാളും കേരളവും നൽകിയ ഹർജികളാണ് സുപ്രീം കോടതിയുടെ മുമ്പാകെ വന്നത്. സുപ്രീം കോടതി ഇതിലെ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. രാഷ്ട്രപതിയുടെയും ഗവർണറുടെയും സെക്രട്ടറിമാർക്കാണ് നോട്ടീസ് അയച്ചത്. രാഷ്ട്രപതി ബില്ലുകൾക്ക് അനുമതി നൽകാത്തതിനെതിരെയാണ് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചത്. സമാന ഹർജിയിലാണ് പശ്ചിമ ബംഗാൾ ഗവർണർക്കും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ഇപ്പോൾ നോട്ടീസ് അയച്ചിട്ടുള്ളത്. നിയമസഭ പാസാക്കിയ 4 ബില്ലുകൾ തടഞ്ഞുവെച്ച നടപടി ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് കേരളത്തിന്റെ വാദം. അനുമതി നിഷേധിച്ച ബില്ലുകളിൽ രാഷ്ട്രപതിയും ഗവർണറും രേഖപ്പെടുത്തിയതെന്നറിയാൻ ഫയലുകൾ വിളിച്ചു വരുത്തണം എന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രപതിയുടെ സെക്രട്ടറി, ഗവർണർ, കേന്ദ്ര സർക്കാർ എന്നിവരെയാണ് ഈ ഹർജിയിൽ എതിർകക്ഷിയാക്കിയിട്ടുള്ളത്. കേരളത്തിന് വേണ്ടി ചീഫ് സെക്രട്ടറിയും TP രാമകൃഷ്ണൻ MLA-യുമാണ് ഹർജി നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, ഈ പശ്ചിമ ബംഗാളിന്റെ ബില്ലുകൾ പാസ്സാക്കാത്ത കാര്യത്തിൽ മാർഗനിർദ്ദേശം വേണം എന്നും കേരളവും അതുപോലെ തന്നെ പശ്ചിമ ബംഗാളും ഇന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടു. ബംഗാൾ ഗവർണർ ആനന്ദ ബോസും ബില്ലുകൾ ഇത്തരത്തിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നാണ് ആരോപണം. ഇതിലാണ് ഇപ്പോൾ ഏതായാലും 3 ആഴ്ചയ്ക്കകം മറുപടി നൽകാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ശരി ഷബ്ന, ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിട്ട നടപടിയെയാണ് ഇപ്പോൾ സുപ്രീം കോടതി ചോദ്യം ചെയ്തിട്ടുള്ളത്. കേരളത്തിന്റെയും ബംഗാളിന്റെയും ഹർജികളിലാണ് സുപ്രീം കോടതി നോട്ടീസ് നൽകിയത്. കേരളത്തിന്റെ ഹർജിയിൽ രാഷ്ട്രപതിയുടെയും ഗവർണറുടെയും സെക്രട്ടറിമാർക്കാണ് നോട്ടീസ്. ആ വിവരങ്ങളാണ് ഷബ്ന സിയാദ് നൽകിയത്.